ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ 2 പ്രാവശ്യം പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആദ്യത്തേത് അധ്യായം 1:1-3 വരെ നിങ്ങൾ വായിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. പിന്നെ പിതാവാദിയും സംസാരിക്കുന്നു. അപ്പോൾ പിതാവാദിയും സംസാരിച്ചു. ശബ്ദം, വചനമാരാണ്? വചനം ഈശോയാണ്. അങ്ങനെ പരിശുദ്ധ തൃത്വം അവിടെ നമ്മൾ കാണുന്നു. 2-ാമത്തെ മെൻഷൻ ഇതാണ്. അധ്യായം 1:26 ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ എന്താ പറയുന്നത്? നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്ക് എന്നുദ്ദേശിക്കുന്ന ആരാണ്? ദൈവവും മാലാഖമാരുമാണോ? അല്ല, മാലാഖമാർക്ക് ദൈവത്തിൻ്റെ ഛായയില്ല. അപ്പോൾ ദൈവം തൃത്വമാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ അവിടെ പിതാവാദിയും പുത്രനാദിയും പരിശുദ്ധാത്മാവാദിയും. നോക്കിയേ, ബൈബിളിൻ്റെ തുടക്കത്തിൽ തന്നെ അതിശയപരമായിട്ട് ഈ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആമേൻ.